നമ്മുടെ എല്ലാം ജീവിതത്തിന് നമ്മളതിൻ്റെ വേഗതയോ അളവോ വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ കൂടുതലുണ്ടെന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങൾ വേഗത കുറയ്ക്കാനും അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനും തയ്യാറാണെങ്കിൽ പ്രകൃതിയിൽ നിന്ന് നിങ്ങൾക്ക് ശരിക്കും ഒരുപാട് പഠിക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. പാഠങ്ങൾ അവ നമുക്ക് ചുറ്റുമുണ്ട്. ഇവയെല്ലാം പ്രത്യേക അവകാശമുള്ള ചുരുക്കം ചിലർക്കോ അല്ലെങ്കിൽ കുറച്ചു പേർക്കോ മാത്രമായി സംവരണം ചെയ്തിട്ടില്ല. ഏറ്റവും ചെറിയ ഇലകളിൽ നിന്നും അല്ലെങ്കിൽ ഏറ്റവും വലുതും പഴക്കമുള്ളതുമായ മരങ്ങളിൽ നിന്ന് പോലും ധാരാളം പാഠങ്ങൾ പഠിക്കാനുണ്ട്. അവരെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ മികച്ച അധ്യാപകർ തന്നെയാണ്. നമ്മളിപ്പോഴും മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എപ്പോഴും പുറത്തുനിന്ന് വരുന്ന എന്തോ ഒന്ന് പോലെയാണ്, അല്ലെങ്കിൽ അത് എപ്പോഴും ബാഹ്യമായ എന്തിനെയോ ആശ്രയിക്കുന്നത് പോലെ. ഉദാഹരണമായി പറഞ്ഞാൽ, എനിക്ക് കൂടുതൽ പണവും കൂടുതൽ സൗകര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ സമയം ശരിയല്ല, അതുമല്ലെങ്കിൽ ഞാനിതുവരെ തയ്യാറായിട്ടില്ല, അങ്ങനെ എന്തെല്ലാം. എന്നാൽ ഇവയെല്ലാം കേവലം ബാഹ്യമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ വെറും കാരണങ്ങൾ മാത്രമാണ്. മാറ്റം സാധ്യമല്ലാത്തതിൻ്റെ വെറും ബാഹ്യ കാരണങ്ങൾ. എന്നാൽ ആത്യന്തികമായി ഏതൊരു നേട്ടത്തിന്റെ പിന്നിലും നിരന്തരവും സത്യസന്ധവുമായ പരിശ്രമം വേണം. യഥാർത്ഥത്തിൽ വിജയത്തിന്റെ പ്രാധാന്യം ഇത് തന്നെയല്ലേ? നിങ്ങൾ വേണ്ടത്ര ശക്തമായി, ദീർഘമായും ആത്മാർത്ഥമായും അന്വേഷിച്ചാൽ നിങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങൾ കണ്ടെത്തും. ഒരു മരത്തിന്റെ വേരുകൾ പോലെ. ആ വേരുകൾ മണ്ണിന്റെ ഇരുട്ടിലേക്ക് ആഴത്തിൽ കൊഴിച്ച് പോഷണവും വെള്ളവും കണ്ടെത്തുന്നു. അതിന് ഭൂപടമില്ല, വഴികാട്ടിയില്ല. പക്ഷേ വഴി കണ്ടെത്തുന്നതിന് ഉള്ളിൽ നിന്ന് വെളിച്ചം സൃഷ്ടിക്കാൻ സ്വയം വിശ്വസിച്ച് അതതിൻ്റെ വഴി കണ്ടെത്തുന്നു. വിശ്വാസം എന്നത് വളർച്ചയ്ക്കുള്ള ദാഹമാണ്. ഈ ലോകത്ത് എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ അത് വിശുദ്ധ കെട്ടിടങ്ങളിലും ഗ്രന്ഥങ്ങളിലും മാത്രമല്ല, വളരെ ചെറിയ കാര്യങ്ങളിലും ഉണ്ടായിരിക്കും. നമ്മുടെ പക്കലുള്ള ഏറ്റവും പഴക്കമേറിയതും പുരാതനവുമായ ഗ്രന്ഥങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന അത്രയും ഒരു വൃക്ഷം, അല്ലെങ്കിൽ ഒരു ഇല, അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ നിന്ന് പോലും പഠിക്കാൻ സാധിക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ കാണുന്ന പ്രകൃതി നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതും വികസിക്കുന്നതും പൊരുത്തപ്പെടുന്നതും നോക്കൂ. നമ്മുടെ ജീവിതവും അങ്ങനെയല്ലേ? ഋതുക്കളുടെ ചക്രം നോക്കൂ. എല്ലാം നിരന്തരമായ വളർച്ചയിലൂടെ കടന്നു പോകുന്നു. പിന്നെ നിരന്തരമായ ശോഷണം, ഉയർച്ച താഴ്ചകൾ, കൊടുമുടികൾ, താഴ്വരകൾ. നമ്മുടെ ജീവിതവും അങ്ങനെയല്ലേ? വെള്ളത്തിലേക്ക് നോക്കൂ. അതിലുള്ള ദ്രാവകം നിങ്ങൾക്ക് പിടിക്കാൻ കഴിയില്ലെങ്കിലും അത് വളരെ നേർത്തതും എന്നാൽ ഏറ്റവും വലിയ പരുക്കൻ പാറകളെ വരെ നശിപ്പിക്കുകയും ചെയ്യാറില്ലേ? കാരണം അത് അയവുള്ളതും യോജിപ്പുള്ളതും പൊരുത്തപ്പെടാൻ കഴിയുന്നതുമാണ്. സ്വന്തം ജീവിതത്തിൽ, സ്വന്തം ബന്ധങ്ങളിൽ, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വെള്ളം പോലെ പൊരുത്തപ്പെടാൻ നിങ്ങൾ ശ്രമിച്ചാലോ? അതിനാൽ തേനീച്ച വിവിധ പൂക്കളിൽ നിന്ന് പൂമ്പൊടി ശേഖരിക്കുന്നത് പോലെ ഉപയോഗപ്രദമായത് ആഗിരണം ചെയ്യുക, അല്ലാത്തത് ഉപേക്ഷിക്കുക. തുടർന്ന് നിങ്ങളുടേതായത് ചേർത്ത് വയ്ക്കുക. എല്ലായിടത്തും പ്രകൃതിയിൽ പാഠങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി.